السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, എൻജെഎം ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസീഖ الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. പരിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് അസ്-സുമറിന്റെ അവസാന ഭാഗത്തുള്ള ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് ഇവിടെ പാരായണം ചെയ്തത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ രാത്രിയിലും സൂറത്ത് സുമർ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഭക്തിയോടെ, തഖ്വയോടെ, അള്ളാഹുവിനെ ഭയന്ന് അനുസരിച്ച് ജീവിച്ച ആളുകളെ നാളെ അള്ളാഹു സ്വർഗലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയുടെ വർത്തമാനമാണ് ഇവിടെ പറയുന്നത്. മുത്തഖീങ്ങളായ ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗ കവാടങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് കവാടങ്ങൾ മുമ്പേ തന്നെ തുറക്കപ്പെട്ട നിലയിലുള്ള സ്വർഗത്തിലേക്ക് അവരെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരികയും മലക്കുകൾ അവർക്ക് വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായ സ്വാഗതമോദി അവരെ സ്വർഗത്തിൽ കടത്തുകയും ചെയ്യും. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ എന്നെന്നും നിരന്തരവാസികളായി ശാശ്വതരായി ഇതിൽ താമസിച്ചു കൊള്ളുക, പ്രവേശിച്ചു കൊള്ളുക, ഇതിൽ ശാശ്വതരായ നിലയിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയാണ്. അപ്പൊ ഈ സമയത്ത് സ്വർഗലോകത്തിലേക്ക് കടക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ പറയുന്ന കാര്യമാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. وقالوا الحمد لله الذي صدقنا وعده. അവർ പറയും, സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നവർ പറയും. എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്, ഞങ്ങൾക്ക് അവന്റെ വാഗ്ദത്തം സാക്ഷാത്കരിച്ചു തന്ന ഉടമസ്ഥനായ അള്ളാഹുവിനവർ സ്തുതി പറഞ്ഞുകൊണ്ട് അവർ സ്വർഗലോകത്തിലേക്ക് കടക്കുക. സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ അള്ളാഹുവിങ്കൽ നിന്ന് അള്ളാഹു മുമ്പേ വാഗ്ദത്തം ചെയ്തിട്ടുള്ള വളരെ മഹത്തരമായിട്ടുള്ള പ്രതിഫലങ്ങളും സ്വർഗീയ അനുഭവങ്ങളും അവർ നേർക്കുനേർ കണ്ടനുഭവിക്കുമ്പോൾ അവർ ഉടമസ്ഥനായ അള്ളാഹുവിനെ നിറഞ്ഞ് സ്തുതിച്ചുകൊണ്ടവർ സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് കാണാം, മലക്കുകൾ വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശി യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അല്ലാഹുവിനെ ഹംദ് ചെയ്തും തസ്ബീഹ് ചെയ്തും അർശിന്റെ ചുറ്റുഭാഗത്തും മലക്കുകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും. വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉടമസ്ഥനായ അല്ലാഹു ഒരു വിധത്തിലുള്ള അനീതിയും ഇല്ലാത്ത വിധം ശരിയായ വിധം നന്മ ചെയ്തവർക്ക് ഏറ്റവും സന്തോഷകരമായ ഈ ഭവനം, തിന്മ ചെയ്തവർക്ക് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള, അവൻ പറഞ്ഞു വെച്ചിട്ടുള്ള ശിക്ഷയുടെ സങ്കേതം. അങ്ങനെ രണ്ടു ഭാഗങ്ങളിലേക്കുമായി കൃത്യമായി നീതിപൂർണമായിട്ടുള്ള വേർതിരിവിന്റെ സന്ദർഭം എല്ലാവർക്കും പറയാൻ അവിടെ ഹംദ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വതിന്റെയും പരിപാലകനായ സംരക്ഷകനായ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും എന്നവിടെ പറയപ്പെടും എന്നാണ്.
ആര് പറയുന്നില്ല, മലക്കുകളും അവിടെ മനുഷ്യരും ജിന്നുകളും അവിടെ ആരൊക്കെ സ്വർഗീയ ലോകത്തുണ്ടോ അവരെല്ലാം പറയുന്നതും അവിടെ കേൾക്കപ്പെടുന്നതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. അൽഹംദുലില്ലാ എന്ന വാക്ക് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു വാക്കാണ്. പരിശുദ്ധ ഖുർആനിൽ അൽഹംദുലില്ലാഹ് എന്ന് 27 സ്ഥലങ്ങളിലായി പറഞ്ഞത് കാണാം. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് തന്നെ സൂറത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാ കൊണ്ടാണ് ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് അൽഹംദുലില്ലാ കൊണ്ടാണ് ആരംഭിക്കുന്നത്. 5 സൂറത്തുകൾ അൽഹംദുലില്ലാ കൊണ്ട് ഹംദ് കൊണ്ട് ആരംഭിക്കുന്നതുണ്ട്. ബാക്കി 3 സൂറത്തുകൾ ഏതാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അള്ളാഹു ഹംദ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പലയിടങ്ങളിലും കാണാം വഖുലിൽ ഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചു പറയാൻ. അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള, നമ്മൾ പക്ഷേ അശ്രദ്ധമായി പോകുന്ന ഒരു വാക്കാണ് അൽഹംദുലില്ലാഹ്. വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു ശ്രേഷ്ഠമായിട്ടുള്ള വാക്കാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് കൂടിയാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. عن أبي ذر رضي الله عنه قال അബൂ ദർ റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹം പറഞ്ഞു ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംസാരം, ഇഷ്ടമുള്ള വചനം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹി തആല സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കലാം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഹംദുണ്ട്. മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അവസാനം ഉദ്ധരിക്കുന്ന ഹദീസിലും കാണാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അല്ലാഹുവിനെ സ്തുതിച്ചു പറയുക, അല്ലാഹുവിനെ ഹംദ് ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അടിമകൾക്ക് വലിയ നിഅമത്തുകൾ ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു വാക്കാണ്. കാരണം ഇത് ഒരു നന്ദി പ്രകടനത്തിന്റെ വാക്കുകൂടെയാണല്ലോ അൽഹംദുലില്ലാ എന്നുള്ളത്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുകയും അള്ളാഹുവിന് സ്തുതി പറയുകയും ചെയ്യുന്ന വാക്കാണല്ലോ ഇത്. അള്ളാഹുവിന് നന്ദി ചെയ്താൽ അള്ളാഹു പറയുന്നുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നാം ഉറപ്പായും വർദ്ധിപ്പിച്ചു തരും എന്നാണ്. എല്ലാ നന്മകളും എല്ലാ സന്തോഷങ്ങളുമായിരിക്കണം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരിക. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ഈ വർധനവ് ലഭിക്കാൻ അള്ളാഹു തന്നെ പറഞ്ഞു തരുന്ന ഒരു കാര്യം, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാവുക എന്നാണ്. നന്ദി ചെയ്യുന്നതിന്റെ വാക്യങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അൽഹംദുലില്ലാഹ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതാണ് അൽഹംദുലില്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്. അതിന്റെ ആശയം ഇങ്ങനെയാണ്, അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങാത്ത ഏതൊരു പ്രധാനപ്പെട്ട കാര്യവും അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ബറക്കത്ത് കുറഞ്ഞതായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ത് സന്തോഷങ്ങൾ ലഭിച്ചാലും നമ്മൾ പറയേണ്ട വാക്കാണ് അൽഹംദുലില്ലാഹ്. അത് നമുക്ക് മാത്രമല്ല, ഇമാം നവവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അനുഗ്രഹം ലഭിക്കുമ്പോഴും അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങിപ്പോകുമ്പോഴും അത് നമുക്കെന്ന് മാത്രമല്ല, അത് കൂട്ടുകാരനായാലും ശരി, മറ്റു സത്യവിശ്വാസികൾക്ക് കിട്ടിയാലും ശരി, അള്ളാഹുവിനെ സ്തുതിക്കൽ സുന്നത്താകുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിന്റെ ആശയം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രായിന് കൊണ്ടുപോയ ആ രാത്രി ഉണ്ടല്ലോ, ഇസ്രാ മിഅ്റാജിന്റെ ദിവസം, അങ്ങനെയുള്ള ആ രാത്രിയിലെ ആ പ്രയാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ലബനും ഹംറും, അതായത് മദ്യവും പാലും നിറച്ച 2 പാത്രങ്ങൾ കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കി, ഫഅഖദൽ ലബൻ, എന്നിട്ട് പാലിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത്.
ഫഖാല ലഹു ജിബ്രീലു അലൈഹിസ്സലാം, അപ്പോൾ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഹദാക ലിൽ ഫിത്ര. അൽഹംദുലില്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പാൽപാത്രം എടുക്കാൻ തോന്നിപ്പിച്ച് അങ്ങനെ നേർവഴി കാണിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു. ലൗ അഖദ്തൽ ഖംർ, മദ്യത്തിന്റെ പാത്രം, മദ്യത്തെ എങ്ങാനുമാണ് തങ്ങൾ എടുത്തിരുന്നതെങ്കിൽ അങ്ങയുടെ സമുദായം വഴിതെറ്റിപ്പോകുമായിരുന്നു എന്നുകൂടെ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായ ആ സന്തോഷത്തിന്റെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം അൽഹംദുലില്ലാഹ് എന്ന് പറയുകയുണ്ടായി. നമുക്കും അതുപോലെ, നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, മക്കൾ, സുഹൃത്തുക്കൾ, മറ്റു മുഅ്മിനീങ്ങൾ അവർക്കൊക്കെ ലഭ്യമാകുന്ന സന്തോഷങ്ങളിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സുന്നത്താകുന്നു. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഏതൊരു സന്തോഷമുണ്ടാവുമ്പോഴും നാം അൽഹംദുലില്ലാഹ് വളരെ കൂടുതലായി ഈ ഹംദിനെ നമ്മൾ പറയാൻ ശീലിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ ഉടമസ്ഥനായ അല്ലാഹു പ്രയാസങ്ങളിൽ നിന്നുള്ള മുക്തിയും നന്മയുടെ വർധനവും അവന് നൽകും. കാരുണ്യവാനായ അല്ലാഹു പടച്ച തമ്പുരാനെ സ്തുതിക്കുന്ന സ്വർഗലോകത്തും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ആഹ്ലാദഭരിതരായി സ്വർഗപ്രവേശനം ലഭിക്കപ്പെടുന്നവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദുമാർ, നമ്മുടെ മക്കളെ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച പ്രത്യേകിച്ച് ഉസ്താദുമാർ എല്ലാവരെയും അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.